നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ അഭിമാന സ്തംഭമായ പ്രിയദർശനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. നിരവധി വിവാദങ്ങളുടെ ചാലുകളിലൂടെയാണ് പ്രിയൻ സഞ്ചരിക്കുന്നത്. പ്രിയൻ്റെ വിവാദ പെരുമഴയെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കാം. ഈ തിരുവനന്തപുരത്തെ ഈ ഗ്യാങ്, ഈ പറഞ്ഞ പ്രിയൻ, ലാല്, അശോക്, സുരേഷ്, ഇങ്ങനെ കുറേ ആൾക്കാരുടെ സൗഹൃദങ്ങൾ, ഇങ്ങനെ ഒരു സൗഹൃദം ഒരുപക്ഷെ മലയാള സിനിമയിൽ വേറെ എവിടെയില്ല. ഇല്ല. ഈ ഒരു ഊഷ്മളാവസ്ഥ, ഈ പറഞ്ഞ എല്ലാ തരികട താട്ടുമുട്ട് പരിപാടികളെല്ലാം നിങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള ഒരു കുരുത്തക്കേടും ഇല്ലല്ലോ? ഇല്ല എന്ന് വേണമെങ്കിൽ ഉറപ്പല്ലേ? എന്ന് വേണമെങ്കിൽ പറയാൻ ലൈറ്റ് ആക്കുവാണ്. അത്ര തറപ്പിച്ച് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പം ചെയ്യാത്തതായിട്ടൊന്നുമില്ല. സൗഹൃദങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ സാഹസപ്പെട്ട പണിയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വളരുന്ന സമയത്ത് നിങ്ങളെല്ലാം വടവൃക്ഷങ്ങളായി കഴിഞ്ഞു. താങ്ക് ഗോഡ്. അതാണ് എൻ്റെ ഒറ്റ വരിയിലുള്ള ഉത്തരം. ദൈവത്തിന് നന്ദി. ലാൽ അന്നും നല്ലൊരു ടാലൻ്റഡ് ആയിട്ടുള്ള ആക്ടറാണെങ്കിൽ പോലും ഇതുപോലുള്ളൊരു മെറ്റോറിക് റൈസ് ഉണ്ടാകുമെന്ന് പ്രിയൻ ചിന്തിച്ചിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ തീർച്ചയായിട്ടും എങ്ങനെ നീ മറക്കുമ്പോഴുള്ള സിനിമകൾ കഥ എഴുതിയിരുന്നത്. അപ്പോൾ എനിക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, ലാൽ വില്ലനായിട്ട് അഭിനയിക്കേണ്ട ആളല്ല, തീർച്ചയായിട്ടും ഹീറോ ആവേണ്ട ഒരാളാണെന്ന്. കാര്യം വെച്ചാൽ അതിനകത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറായിരുന്നു. ഈ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ സാധനം അത് എക്സ്പ്ലോയിറ്റ് ആയ തീർച്ചയായിട്ടും മോഹൻലാൽ വിൽ ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹീറോസ്. എന്ന് വെച്ചാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഞാൻ വിചാരിക്കുന്നത്, തീർച്ചയായിട്ടും ഏറ്റവും പ്രയാസം ഒരു നടന് അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച് ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത്. ബാക്കി എന്തും സ്ക്രിപ്റ്റിൻ്റെ സപ്പോർട്ടുണ്ടായി ചെയ്യാം. ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത്, അയാളുടെ മനസ്സ് തുറന്ന ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച്. പക്ഷേ പ്രിയൻ, അന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു കൺവെൻഷനായിട്ടുള്ള ഒരു സിനിമാ അന്തരീക്ഷത്തിൽ ഒരു നായകൻ്റെ പരിവേഷം ലാലിനുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കെ ലാലിനൊരു ഭാവി ഉണ്ടാകും ചിന്തിക്കുന്നത് ലാൽ എന്നൊരു ഒരു സുഹൃത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാവുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാമായിരുന്നു അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ടെന്ന്. ആൻഡ് കാര്യം എന്ന് വെച്ചാൽ ഹീ വാസ് എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ, സുഹൃത്തുക്കളുടെ ഇടയിൽ ഏറ്റവും സ്പിരിറ്റഡ് ആയിട്ടുള്ള വ്യക്തി ലാലായിരുന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് മോഹൻലാലിൻ്റെ കമ്പനിയായിരുന്നു. കാര്യം വെച്ചാൽ ഹി വാസ് വെരി ഹിലേരിയസ്. അതായത് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ പോയിന്റ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ചിരിപ്പിച്ചിരുന്ന വ്യക്തി പുള്ളിയായിരുന്നു. അപ്പം ആ ഒരു ടാലൻറ്റ് സിനിമയിലേക്ക് വന്നാൽ അതാണ് പിന്നീടുള്ള കാലത്ത് അവിടെയാണ് പ്രിയൻ